രഹസ്യ വിവരം ആരാണ് തന്നതെന്നൊക്കെ എനിക്കറിയാം. അവൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കൂ സാറേ? അവൻ സ്വന്തം അച്ഛനെയും അമ്മയും കളഞ്ഞിട്ട് വേറെ ആരെയൊക്കെയോ അവന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതിനൊക്കെ വട്ടെന്നല്ലാതെ എന്താ സാറേ പറയണ്ടേ? കണ്ടില്ലേ, 100 ആയുസാണ് ഈ താന്തോന്നിക്ക്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളിങ്ങ്. സാറേ നമസ്കാരം. അപ്പോ പ്രകാശ് ഇതിനകത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സാറേ, ഈ സമയത്ത് ചങ്കെടുത്ത് കാണിച്ചാലും നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഞാനിപ്പോ നിൽക്കുന്നത്. എന്റെ സാറേ, എനിക്കിപ്പോ എവിടുന്നാ സമയം? നടക്കാൻ പോകുന്നതേ എന്റെ മോളുടെ കല്യാണമാണ്. എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കേണ്ടവനാ ശത്രുപക്ഷത്ത് നിന്ന് ഈ കരുക്കൾ നീക്കുന്നത്. അപ്പൊ പിന്നെ ഈ കല്യാണ തിരക്കിൽ ഓടി നടക്കുന്ന എനിക്ക് എവിടുന്ന ഒരുത്തനെ ഒളിപ്പിച്ചു വെക്കാനൊക്കെ സമയം? എന്തായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കോടതി ഇന്ന് സെർച്ച് വാറണ്ടും ഒക്കെ ആയിട്ട് വന്ന സ്ഥിതിക്ക് ഞാനായിട്ട് തടസ്സം പറയുന്നില്ല. കേറി പരിശോധിക്ക്. കേറി പരിശോധിക്കണം സർ. മുക്കിനും മൂലയിലും എല്ലാ സ്ഥലത്തും കേറി പരിശോധിക്കണം സർ. ചെല്ല്. സാറും കൂടി കേറി പരിശോധിക്കും സാറേ. സാറിനും കൂടി വിശ്വാസം ആവണമല്ലോ. ലാസറേ, അവരെ ഞാൻ അകത്തോട്ട് കയറ്റി വിട്ടതേ അവര് സെർച്ച് വാറണ്ടുമായിട്ട് വന്നതുകൊണ്ടാണ്. ഇനി ഇതിന്റെ പേരിൽ കണ്ണി കണ്ടവന്മാരെയൊക്കെ അകത്തോട്ട് കയറ്റി വിട്ടാണ്ടല്ലോ, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ കെട്ടിയോളുടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. സ്വാമി, പണ്ട് വീട്ടിലൊരു മണിയം പൂച്ച ഉണ്ടായിരുന്നു. സ്വാമി കണ്ടു കാണാൻ വഴിയില്ല. വീട്ടിൽ മീൻ കൂട്ടാനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ വാതിൽ പടിയിൽ വന്ന് ഉമിനീര് ഒലിപ്പിച്ച് അങ്ങനെ നിൽക്കും. വീട്ടിലുള്ളവരാരും അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. കുറച്ചു നേരം ഇപ്പൊ കിട്ടുമെന്നും വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോ താനെ അങ്ങ് പോവും. ഇവിടെ എവിടെയോ വച്ചിരുന്നേ, കാണുന്നില്ലല്ലോ. എന്താ എന്താ ഇവിടെ തപ്പുന്നേ? അമ്മ അതിനകത്ത് ഫയൽ വെച്ചിട്ടുണ്ടെന്ന് ശാരികേച്ചി പറഞ്ഞു. ഓ, അതോ? അതെന്റെ പഴയ റിപ്പോർട്ടാ. നിങ്ങൾക്ക് എന്തിനാ അത്? അമ്മ കാണാൻ ഏതോ പെണ്ണു വന്നു പറഞ്ഞു. ഏതാ അമ്മയാ പെണ്ണ്? എന്തുവാടി ഇത്? എന്നെ കാണാൻ ഇവിടെ ആർക്കും വരാൻ പാടില്ലേ? എന്നെ കാണാൻ പല ആൾക്കാരും ഇവിടെ വരും. നിങ്ങൾ എന്തിനാ അതൊക്കെ തിരക്കുന്നേ? ആ പെണ്ണ് അവിടെ ഒറ്റയ്ക്കിടന്ന് കഷ്ടപ്പെടില്ലേ ശാരി? ഒന്നും ചെയ്തില്ലെങ്കിൽ ആ കാശെങ്കിലും വാങ്ങിച്ചൊന്ന് പെട്ടിയിലിട്ടൂടെ? ഞാൻ പോയേക്കാം, വെറുതെ കിടന്ന് വായിട്ട് അലക്കണ്ട. ഓഹ്, ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട്. ഡോഗ് മാർക്കറ്റിൽ പോയ അങ്ങനെ എന്തോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ. എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, മാണിക്കോത്ത് മഹേന്ദ്രൻ നിങ്ങൾ കാണുന്ന ആളെയല്ലെന്ന്. ചതുർമുഖനാ. ഓരോ മുഖത്തിനും ഓരോ ഭാവമാ. തുടക്കക്കാരായ നിന്നെ പോലുള്ളവർക്ക് പെട്ടെന്നൊന്നും ഈ ഭാവം കണക്റ്റ് ആവില്ല. ഇതുകൊണ്ടൊന്നും തോറ്റ് പിന്മാറുമെന്നും നീ കരുതണ്ട. പ്രകാശിനെ കാണാതായതിൽ നിന്റെ അച്ഛന് പങ്കുണ്ടെങ്കിൽ ഈ മുഹമ്മദ് റസാഖ് അത് കണ്ടുപിടിച്ചിരിക്കും. ഒരു ചുക്ക് സംഭവിക്കില്ല. കാരണം നിനക്ക് മുകളിൽ നിന്നെ നിയന്ത്രിക്കാൻ പലരും ഉണ്ട്. ഒന്ന് അനങ്ങാൻ സമ്മതിക്കില്ല അവര് നിന്നെ. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് മോൻ തൽക്കാലം റെസ്റ്റ് എടുക്ക. നീ നിർത്തിവെച്ച സ്ഥലത്ത് ഞാൻ തുടങ്ങാൻ പോവാ. എനിക്ക് ഈ യൂണിഫോം വേണ്ട, സർക്കാരിന്റെ ശമ്പളവും വേണ്ട. ആകെ പറയാവുന്നത് ഈ മനോധൈര്യം മാത്രമാണ്. അത് വെച്ചോണ്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും പ്രകാശിനെ. കാരണം ഇത് ശിവന്റെ ആവശ്യമായി പോയി. എന്റെ പെങ്ങളുടെ ജീവിതം, അതിനൊരു തീർപ്പ് എനിക്ക് ഉണ്ടാക്കിയേ പറ്റൂ. നീ നിന്റെ വഴിക്ക് നോക്കിക്കോ, ഞാൻ എന്റെ വഴിക്കും. ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീണ്ടും നീ എന്നെ കൊണ്ട് ചന്തയ്ക്ക് പോയിട്ട് വന്ന പഴഞ്ചൊല്ല് പറയിപ്പിക്കില്ല റസാക്കെ. എടാ പൊട്ടം പോലീസേ, അച്ഛന്റെ ഈ ഗോഡൌൺ മാത്രമല്ലേ നീ കണ്ടിട്ടുള്ളൂ. ഇനിയും ഒരുപാട് രഹസ്യ സങ്കേതങ്ങൾ അച്ഛനുണ്ട്. ഞാൻ പിച്ച വെച്ച് കളിച്ച് നടന്ന ഒരുപാട് സ്ഥലങ്ങൾ. അവിടെ എവിടെയെങ്കിലുമൊക്കെ പ്രകാശനുണ്ടാവും. ഇതെന്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസമാ എന്നെ നയിക്കുന്നതും ജയിപ്പിക്കുന്നതും. കാരണം ഇത് ശിവോഹം, ശിവോഹം, ശിവോഹം. എനിക്കിത് നിയോഗം, നിയോഗം, നിയോഗം.